ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. ഭയങ്കര ആർഭാടമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള നമ്മളെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കറി വയ്ക്കാൻ നോക്കിയ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ, ഒരു പച്ചക്കറി ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കാൻ തട്ടിക്കൂട്ടാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒന്ന് പുറത്തോട്ട് നമ്മുടെ ആ ഒരു ഗാർഡൻ ഏരിയയിലോട്ട് പോയ സമയത്ത് രണ്ട് വലിയ മുള്ളൻ ചീര എങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ഇത് കഴിക്കാമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂട്ടോ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൊണ്ടെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അതിൻ്റെ ഇല മാത്രം അങ്ങ് പറിച്ചെടുത്തിട്ട് വന്നിട്ട് എല്ലാം നന്നായിട്ടത് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അത് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം പരിപ്പിൽ സാമ്പാർ പരിപ്പൊന്ന് കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 കപ്പ് വെള്ളം, ആവശ്യത്തിനിപ്പം 5-6 കാന്താരിമുളക് അതുകൊണ്ടായിരുന്നു കേട്ടോ ഗാർഡൻ ഏരിയയിൽ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു 1-2 വിസിൽ കൊടുത്താൽ മതിയാകും, അതൊന്ന് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു കപ്പോളം തേങ്ങ ചിരകിയതെടുക്കാം. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളകും, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയൊരു സവാള ഒന്ന് അരിഞ്ഞതാണ്. ചെറിയുള്ളി എടുക്കുന്നതായിരിക്കും കൂടുതൽ ഒന്നും കൂടി ടേസ്റ്റും ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് അതിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കാനുള്ളൊരു മടി കാരണം ഞാൻ ഒരു ചെറിയൊരു സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒരു തണ്ട് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. എന്നിട്ട് വേണം നമ്മളിനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചീര ചേർത്തെടുക്കാൻ വേണ്ടി. മുള്ളൻ ചീരയാണ് കേട്ടോ ഇത്. അത് നമ്മൾ ഈ ഒരു ചീര പറിച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ മുള്ളു കൊള്ളാതെ ഒന്ന് സൂക്ഷിക്കണേ. അതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഒരു വൃത്തികെട്ട സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മുള്ളൻ ചീരയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അത് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണേ. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി എടുക്കാം. ഒന്ന് കുക്കായി വരണം, കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇതൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട്. വേവിച്ച് തന്നെ കഴിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത്. അപ്പോൾ എന്തായാലും നമുക്കിത് വേവിച്ച് തന്നെ കഴിക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് ചുരുങ്ങിയൊന്ന് വരണം. ഈ ഒരു പാകം എത്തിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ആ പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി വേവിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു പരിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. കുറച്ച് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടും അത് നിന്നിട്ടുണ്ടായിരുന്നില്ല, അതെല്ലാം അങ്ങനെ വറ്റി പോയിട്ടുണ്ട്. അപ്പം നമുക്കിനി ബാക്കി ഒരു കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കറി വേണമല്ലോ എന്തായിരുന്നാലും. നമ്മൾ ഈ ഒരു കറി ഉണ്ടല്ലോ, ചപ്പാത്തിയുടെ കൂടെ ആയിരുന്നാലും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ആയിരുന്നാലും സൂപ്പർ കോമ്പിനേഷനാണ്. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വെച്ചതാണ് കേട്ടോ, ലഞ്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കറിപ്പാകത്തിലൊന്ന് ആക്കിയെടുക്കാം, ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു പരിപ്പും ചീരയും എല്ലാം കൂടെ ഒന്ന് തിളച്ചൊന്ന് രണ്ടും കൂടെ ഒരു പാകമായിട്ടൊന്ന് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ചത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ചുകൂടെ ചേർത്തെടുക്കാം കേട്ടോ. കറി കുറച്ച് നല്ല തിക്കായിട്ടുണ്ട്. നമ്മൾ പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങയും കൂടെ അരച്ച് ചേർക്കുന്നില്ല. അപ്പോൾ എന്തായാലും കറി ഒന്ന് കട്ടിയാകും. ആ ഒരു കട്ടിയൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒഴിക്കാൻ പാകത്തിനാക്കിയെടുക്കാനും കുറച്ചും കൂടെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെന്ന് വെച്ച് വയ്ക്കും. നമ്മൾ സാധാരണ ചീര സ്പീനച്ച് വെച്ചിട്ടൊക്കെ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. മുന്നേ നമ്മുടെ പേജിൽ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോസും ഇങ്ങനെ ലഞ്ച് റെസിപ്പീസൊക്കെ ഒരുപാട് കാണിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കണ്ട കേട്ടോ. ഇനി നമ്മൾ ഒരുപാട് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയാകും. കറി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചീരപ്പരിപ്പ് കറിയുടെ റെഡി ആയിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കറിക്ക്. നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന സാധാരണ ചീരയില്ല, അത് വെച്ചിട്ട് ചെയ്യാൻ കേട്ടോ. അത് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടേ. കറി റെഡി ആയിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ച്. ഇനി ഒരു പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ഒരു പയർ തോരൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സാധാരണ പയർ വെച്ചിട്ട് ഞാൻ ഒന്ന് വേവിച്ചൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിക്കും ഒന്ന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ചതച്ച് എണ്ണയിലൊന്ന് വഴിച്ചിട്ട് കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടേ അതിലിട്ടൊന്ന് വഴിച്ചെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള പയറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആ ഒരു ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ വേറെ പച്ചക്കറികളൊന്നുമില്ല. ഇപ്പോൾ പയർക്ക് ഇപ്പം എന്തെങ്കിലും കാണും, എപ്പോഴും കാണും. നമ്മുടെ വീട്ടിൽ അത് സ്ഥിരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് തീർന്നാലേ ഇനിയുള്ളൂ, അല്ലാതെ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഒരു പയർ തോരനും വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫിഷ് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവോലി മീൻ അതും ഒന്ന് ഫ്രൈ ആക്കി എടുത്തു.
പിന്നെ ആ ഒരു പരിപ്പ് കറിയും ആ ഒരു പയർ തോരനും ആ ഒരു മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ലഞ്ചായിരുന്നു കേട്ടോ. സിമ്പിളാണ് പക്ഷേ എങ്കിലും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചായിരുന്നു. മീനുള്ളതുകൊണ്ട് പിന്നെ എന്തായാലും ടേസ്റ്റ് കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. ഉച്ചത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രിത്തെ ആ ഒരു ഡിന്നറാണ് കേട്ടോ. ആ ഒരു ചീര പരിപ്പ് കറി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ചപ്പാത്തി വെച്ചിട്ട് അതിൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും ഈ ഒരു ചീര പരിപ്പ് കറിയും സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു മുട്ടയും കൂടെ ഞാൻ പുഴുങ്ങിയൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു സിമ്പിൾ കറിയാണ്, സിമ്പിൾ ലഞ്ചും ഡിന്നറൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.